അവർ ഈ ഏഞ്ചലിനെ മാം ഇപ്പൊ കണക്ട് ചെയ്യുമ്പോൾ അത് ഏത് രീതിയിലാണ് നമുക്കത് ഫീൽ ചെയ്യുക? ശാരീരികമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമോ, അതോ ഒരു എനർജി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചില ഇത് കിട്ടണമല്ലോ, ഇപ്പൊ എന്റെ കൂടെ ഒരു എനർജി ഉണ്ട് എന്നുള്ളത് ഇപ്പൊ മാം എത്ര പറഞ്ഞാലും എനിക്ക് വിശ്വാസം വരണമല്ലോ. അതൊന്നല്ലെങ്കിൽ ഞാൻ കാഴ്ചയിലൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ കേൾവിയിലൂടെ ആയിരിക്കണം, സ്പർശനത്തിലൂടെ ആയിരിക്കണം. ആ ഒരു പ്രസൻസ് നമുക്ക് എങ്ങനെയാണ് ഇവര് നമ്മളെ തിരിച്ചറിയിപ്പിച്ചു തരുന്നത്? പല ആളുകൾക്കും പല രീതിയിലാണ് പ്രസൻസ് വരിക. അതിൽ എൻ്റെ അടുത്ത് വന്ന ആളുകൾക്ക് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. ചിലപ്പോൾ ഒരു നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നല്ല തണുപ്പ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഒരു ചെറിയ ചൂട് ഫീൽ ചെയ്യും. നമുക്ക് നല്ല സുഖമുള്ള ഒരു ചൂടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ എന്താ പറയുക, ഒരു വൈബ്രേഷൻ, നമുക്ക് റേക്കി എനർജിയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. അതേപോലെ അവർക്കൊരു അവർ പറയും എൻ്റെ കാലിൽ കൂടെ ഒരു വൈബ്രേഷൻ കയറി, ചിലപ്പോൾ തലയിൽ നിന്ന് വന്നു, ചിലപ്പോൾ ലൈറ്റ്, അതായത് ഓരോ ഏഞ്ചൽസിനും ഓരോ കളേഴ്സ് ഉണ്ട്, ആ കളേഴ്സ് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചിറകടിയുടെ സൗണ്ട് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു, നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്നിരിക്കുമ്പോൾ ഒരു കണ്ണടച്ചാലും നമ്മുടെ അടുത്തൊരാൾ വന്നാൽ നമുക്കറിയാൻ പറ്റുമല്ലോ ആ ഒരു എനർജി. അങ്ങനെയൊക്കെയാണ് ഏഞ്ചൽസിനെ. പിന്നെ ബട്ടർഫ്ലൈസ്, നമ്മൾ കാണാത്ത പരിചയമില്ലാത്ത തരത്തിലുള്ള ബട്ടർഫ്ലൈസ് ആയിരിക്കും, നമ്മൾ അന്തം വിട്ടുപോകും. പിന്നെ തൂവലുകൾ, അതായത് ഇപ്പം ഈ റൂമിലൊരു തൂവൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഏഞ്ചൽ. അല്ലാതെ ഇവിടെ സാധ്യതയില്ലല്ലോ. എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, ഇത് ചെയ്യാൻ കഴിഞ്ഞ എൻ്റെ മുന്നത്തെ ആഴ്ച ഗുരുവായൂർ നിൽക്കുന്ന അത്താഴ ശിവയിൽ തൊഴാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലെ ഇതറിയാലോ, അവിടെ ക്ലോസ്ഡ് ആണെന്ന് അറിയാലോ. അവിടെ നിന്ന് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ചോദിച്ചപ്പോൾ അവിടെ നിന്നൊരു വെള്ള തൂവൽ എൻ്റെ ഫ്രണ്ടിൽ കണ്ണിൻ്റെ മുമ്പിൽ വന്ന് വീണു. ഞാൻ അപ്പം നോക്കി, പ്രാവ് എങ്ങാനോ ആണ്. പ്രാവൊന്നുമില്ല അവിടെ. അത് ഇങ്ങനെയൊക്കെയാണ് അവർ നമ്മളോടത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഗുരുവായൂർ ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ളൊരു ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിൽക്കുന്നു. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഇങ്ങനെയുള്ള ഒരു എനർജിയും എല്ലാം സർവ്വതും ഒന്നാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്നാലും അങ്ങനെയുള്ള സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഏഞ്ചൽസിനെ വിളിക്കുമ്പോൾ അവർ ആ ഒരു സ്ഥലത്തേക്ക് വരാൻ തയ്യാറാകും? എല്ലാവിടേക്കും വരും. നമ്മൾ ആദ്യം വിളിച്ചു തുടങ്ങുമ്പോൾ കുറച്ച് വൃത്തിയുള്ള സ്ഥലം വേണം എന്ന് പറയാറുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനെ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മുടെ വീട് ഏറ്റവും നീറ്റാക്കി വെക്കാൻ നോക്കും, അല്ലേ? ആദ്യമായിട്ട് ഇപ്പോൾ ഞാൻ ഗായത്രിയുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഗായത്രി ആ വീട് നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കും. പിന്നെ ഏത് സാഹചര്യത്തിലും എനിക്ക് വരാം. നമ്മൾ തമ്മിലൊരു ബോണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീട് എങ്ങനെ ആയാലും, ഗായത്രിക്ക് എന്ത് പ്രശ്നമായാലും, ചിലപ്പോൾ ഗായത്രി വയ്യാതെ കിടക്കായിരിക്കും, ചിലപ്പോൾ വീട് ക്ലീൻ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്നോട് വിളിക്കുകയാണ്, എനിക്കൊരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഓടി വരാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ കുറച്ച് സമയം നമുക്ക് ഇരിക്കുന്ന സ്ഥലം ഒന്ന് ശുചിയാക്കി വെക്കുക. അതിപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ അങ്ങനെ പറയാം, നമ്മൾ ഇരിക്കുന്ന പ്രാർത്ഥനാ മുറിയൊക്കെ ഒന്ന് ശുചിയാക്കി വെക്കണം എന്ന് പറയും. അതുപോലെ ഒന്ന് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ അവർ എവിടെ വേണമെങ്കിലും, അമ്പലത്തിലല്ല, പള്ളിയിലല്ല, ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും കുഞ്ഞു കടയിലാണെങ്കിലും അവർ വന്ന് അവരുടെ ഡ്യൂട്ടി ചെയ്തു പോകും. പിന്നെ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് അധികം കുറച്ച് നേരെ നിൽക്കാൻ പറ്റുള്ളൂ. ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്ന സംശയം കൂടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് വർക്കൗട്ട് ആവുമോ? അതായത് ഇതൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ കിട്ടാറുണ്ടല്ലോ, ഏഞ്ചൽ ഹീലിങ്ങിൻ്റെ ഒരുപാട് ഓഡിയോസ്. ഇപ്പോൾ എല്ലാ സാധനങ്ങളും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് ഞങ്ങൾക്ക് കേട്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം പറഞ്ഞാൽ 10 മിനിറ്റ് 15 മിനിറ്റാണ് അവർക്ക് ഭൂമിയിൽ നിൽക്കാനുള്ള ആക്സസ്. അത് കഴിഞ്ഞ് അവർ അടുത്ത ഡ്യൂട്ടി വിളിക്കുന്ന ആളിലേക്ക് പോകണം. അപ്പം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് അവരെ മടക്കി വിളിച്ചാൽ മാത്രം പോരാ, നന്ദി പറഞ്ഞ് അവരെ മടക്കി അയക്കണം. അതൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് അയക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിയമം. മാലാഖാശാസ്ത്രത്തിൻ്റെ നിയമം അങ്ങനെയാണ്. അല്ലെങ്കിലും അവർ പൊക്കോളും, നമ്മൾ അയച്ചില്ലെങ്കിലും പൊക്കോളും. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് പോകുമ്പോൾ നമ്മൾ യാത്ര അയക്കുന്നതും അവരിറങ്ങി പോകുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലാതെ അവർക്ക് പൈസ കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഇത്ര വേണമെന്നോ ഇന്ന പൂജ ചെയ്യണമെന്നോ ഇന്ന ഇത് ചെയ്യണമെന്നോ ഒന്നുമില്ല. അവർക്ക് വേണ്ടത് നന്ദിയാണ്, ഗ്രാറ്റിറ്റ്യൂഡാണ്. അത് പറഞ്ഞ് അവരെ അയക്കുക. അവർ നന്ദി പറഞ്ഞില്ലെങ്കിൽ അവർ പൊക്കോളും. പക്ഷെ നമ്മുടെ മെസ്സേജ് കറക്റ്റായിട്ട് ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ഗോഡിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് അയക്കുക. കാരണം അവർ വന്ന് നമുക്കൊരു ഹെൽപ്പ് ചെയ്ത് തരും. നമ്മളിപ്പോൾ ഒരു ഓട്ടോയിൽ കയറി വന്നാലും നമ്മൾ ഓട്ടോക്കാരന് പൈസ കൊടുക്കും, കഴിഞ്ഞു. പക്ഷെ എന്നാലും താങ്ക് യു എന്ന് പറയുന്നത് അവർക്കൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം. ഇപ്പോൾ ഈ വാരാഹി ദേവിയെ ഉപാസിക്കുന്നവരുടെ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളിപ്പം പല സോഷ്യൽ മീഡിയ വഴി ശരിയായിട്ടുള്ള രീതിയിലുള്ള ഉപാസനാ മാർഗങ്ങളല്ലാത്ത രീതിയിൽ ഇപ്പോൾ ചില മൂർത്തികളെ നമ്മൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, അവരെ ഉപാസിക്കണമെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക സമയവും നേരവും കാലവും ഒക്കെ ഉണ്ടല്ലോ. ഉപാസനാ മൂർത്തികൾക്കനുസരിച്ച് അതെല്ലാം വ്യത്യസ്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഫാക്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ പല രീതിയിൽ എനിക്ക് പെട്ടെന്ന്
പണം ഉണ്ടാവണം, അല്ലെങ്കിൽ പെട്ടെന്ന് എൻ്റെ ബാധ്യതകളൊക്കെ തീരണം, അങ്ങനെയുള്ള രീതിയിൽ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ഉപാസനകൾ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ശക്തമായിട്ടുള്ള രീതിയിൽ തിരിച്ചടി കിട്ടുന്നുണ്ട്. അപ്പൊ അതേപോലെ നമ്മൾ ഈ ഏഞ്ചൽസിനെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ കാര്യം നടന്നു കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ വെച്ചിട്ട് ഇതേപോലെ ഏഞ്ചൽസ് നമ്മളോട് ശക്തമായിട്ടുള്ള രീതിയിലൊരു പ്രതികരണത്തിന് ചാൻസസ് ഉണ്ടോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലൈറ്റ്, നമ്മൾ റേക്കി എന്ന് പറഞ്ഞാൽ ലൈറ്റ് എനർജി എന്ന് പറഞ്ഞ പോലെ തന്നെ ഏഞ്ചൽസും അത്രയും സോഫ്റ്റായ ആളുകളാണ്. ഉണ്ടാവുമായിരിക്കാം. ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ബുക്ക് ചെയ്തപ്പോൾ, നിങ്ങൾ ലൂസിഫറിനെ ആണോ കണക്ട് ചെയ്ത് തരുന്നത്? ലൂസിഫർ എന്ന് പറഞ്ഞ ഒരു ഏഞ്ചൽ ശാസ്ത്രത്തിലെ വേറൊരു ലെവലിൽ നിൽക്കുന്നതാണ്. ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എനിക്കത് അറിയില്ല. ഇപ്പം തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ കറുത്ത കുരിശ് ആരാധിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. അത് അവർ ബൈബിള് തല കുത്തി വെച്ചിട്ടാണ് വായിക്കുക എന്നൊക്കെ. ഇതൊക്കെ എൻ്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് എനിക്ക് പറഞ്ഞു തന്നു. അതായത് നമ്മൾ ഈ ഒരു മേഖലയിൽ എത്തുമ്പോൾ ഇതിൻ്റെ സാധ്യതകളും കൂടെ നമ്മളിതിലൊന്നും പോയി പെടാതിരിക്കാൻ വേണ്ടി അത് അവർ വന്ന് പറഞ്ഞു തരാണ്. അപ്പം ഞാൻ ഇദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താടാ ഈ ലൂസിഫർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമ്മൾ ലാലേട്ടൻ്റെ സിനിമ മാത്രമേ കണ്ടിട്ടുള്ളൂ, അതിലെന്താ പരിപാടി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതൊന്നും അത് ഉണ്ടാവുമായിരിക്കാം. അത് ആ ലെവലിൽ ഇപ്പം നമ്മുടെ അതിൽ തന്നെ അഥർവത്തിൽ ചെയ്യുന്നതുകൊണ്ട്, ഋഗ്വേദം യജുർവേദ സമവേദത്തിൽ പോകുന്നതുകൊണ്ട്, അഥർവം എല്ലാം മോശമാണെന്നല്ല പറയുന്നത്, അധമം എന്നും വേറൊരു വേർഡ് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഉഗ്രമായി ചെയ്യുന്ന എന്താ പറയുക, ബ്ലാക്ക് മാജിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ചോര കൊണ്ടുള്ള കുറേ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ. ഞങ്ങളുടെ പാലക്കാടൊക്കെ ഒടിയൻ എന്നുള്ള ഒരു മൂർത്തിനെ ഉപാസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട്. അത് ഉണ്ടായിക്കോട്ടെ, അത് അവരുടെ വിശ്വാസം, അതിൻ്റെ കർമ്മഫലം അവരനുഭവിക്കും. പക്ഷേ ഈ ഗായത്രി ചോദിച്ച പോലെ ഈ ഒരു സംഭവം ഏഞ്ചൽസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷം വരയ്ക്കും ഒരു ബാഡ് എക്സ്പീരിയൻസും എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണ്. പിന്നെ വാരാഹി ദേവിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ ടച്ച് ചെയ്ത് പോവുകയാണ്. വാരാഹി ദേവിയുടെ ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് അത് പെട്ടെന്ന് എല്ലാവരുടെയും ആവശ്യം ക്വിക്കായിട്ട് കാര്യം നടക്കണം എന്നുള്ളതാണ്. പൈസ, അതായത് അവരുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് കൊണ്ടായിരിക്കാം. അപ്പോൾ അതിൽ വാരാഹി ദേവി തന്നെ നമ്മുടെ സപ്തമാതൃക്കളിലെ ഒരാളാണ്. വാരാഹി ദേവിയുടെ സപ്തമാതൃക്കളിലെ ഒരാളാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ പല സ്വപ്നവാരാഹി അങ്ങനെയൊക്കെ കാറ്റഗറൈസിങ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ ഒരു വ്യക്തി, അതായത് അവർക്കുണ്ടായി എന്ന് പറയുന്ന നേട്ടം, സാമ്പത്തിക നേട്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ കുലദേവതയാവാം ഈ വാരാഹി. അതുകൊണ്ട് അപ്പോൾ അവർക്ക് എല്ലാം കനിഞ്ഞനുഗ്രഹിച്ചു കൊടുത്തു. എൻ്റെ കുലദേവത അവരായിരിക്കണം എന്നില്ല. അപ്പോൾ എനിക്കത് വർക്കൗട്ട് ആവണമെന്നില്ല. ഇപ്പോൾ വിചാരിക്കും, ഇപ്പോൾ അതിൽ പറയുന്ന ഒരു പർട്ടിക്കുലർ ഇതുണ്ട്, മന്ത്രം, വജ്രഘോഷം എന്നാണ് പറയുന്നത്. അതാണ് കൂടുതൽ പേരും ചാൻറ്റ് ചെയ്യുന്നത്. അത് ചെയ്തിട്ട് നന്നായി അവരുണ്ടാവാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുലദേവതയോ അല്ലെങ്കിൽ ഗ്രാമദേവതയോ ആരെങ്കിലും ആയിരുന്നിരിക്കാം. അതുകൊണ്ട് ആ ദേവി അവരെ സംരക്ഷിക്കുന്നു. അത് എല്ലാവർക്കും വർക്കാവണമെന്നില്ല. അത് ശരിയായ മാർഗത്തിലൂടെ അല്ല പോകുന്നതെങ്കിൽ ഇത് പറഞ്ഞ പോലുള്ള കാര്യങ്ങളെല്ലാം ടച്ച് ചെയ്ത് വന്ന് നമുക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവും. അതായത് ഇവരൊക്കെ ഉഗ്രമൂർത്തികളായിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പം നമുക്ക് ലൈറ്റായിട്ട് പോകുന്ന ആൾക്കാരെ മതി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് എനിക്ക്. കാരണം എന്തായാലും നമ്മൾ ഈ ഒരു രീതിയിൽ പോകുമ്പോൾ നമുക്ക് ഫാമിലി ഉണ്ട്, നമ്മൾ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് താഴെ എൻ്റെ മേലെയും ഒക്കെ ഉണ്ട്. അവർക്കൊന്നും ഒരു ദോഷം വരാതെ ഞാൻ ചെയ്യുന്ന മേഖല എനിക്ക് വന്നാലും പിന്നെയും കുഴപ്പമില്ല. എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കൊന്നും വരാതിരിക്കാം. ഞാൻ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.